കർത്താവെ, എന്നെ ശുദ്ധീകരിക്കണമേ. ദേവാലയം ആരാധനയുടെയും വചനകേൾവിയുടെയും സൗഖ്യാനുഭവത്തിൻ്റെയും ഇടമാണ്. എന്നാൽ യേശുവിൻ്റെ യെരുശലേം ദേവാലയ പ്രവേശനത്തിൽ ദേവാലയത്തെ കച്ചവടശാലയാക്കി ഉപയോഗിച്ചവരുടെ പ്രവൃത്തിയെ യേശു എതിർത്തുകൊണ്ട് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വിവരിക്കുന്നത്. മൈക്കൽ ഏഞ്ചലോ എന്ന ലോകപ്രശസ്തനായ ശില്പി തൻ്റെ ശില്പങ്ങൾ ലോകശ്രദ്ധ ആകർഷിച്ചതിനെപ്പറ്റി പറയുന്ന 3 കാര്യങ്ങൾ ഇങ്ങനെയാണ്: മുന്നോട്ട് പോവുക, ലുക്കപ്പ്; ഉപേക്ഷിക്കുക, ഗിവ് അപ്പ്; അഭിമുഖീകരിക്കുക, ഷോ അപ്പ് എന്നിങ്ങനെയാണ്. നമ്മുടെ മുൻപിലുള്ള പൂർവികരുടെ നല്ല ദൃഷ്ടാന്തങ്ങൾ, മാതൃകകൾ പിന്തുടരുക. ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ തൻ്റെ ശില്പങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കുക. അഭിമുഖീകരിക്കേണ്ടത് അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ ധൈര്യത്തോടുകൂടി അവയെ പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു. നമ്മുടെ ജീവിതം ദൈവബന്ധത്തോട് ചേർത്ത് വെച്ച് അർത്ഥവത്തായ സാക്ഷ്യം വഹിക്കുക. ദേവാലയം ആരാധനയ്ക്കുള്ള ഇടമാണ്. വിമോചിതരാകാനും വിമോചിപ്പിക്കാനുമുള്ള വിളിയാണ് ആരാധനയിൽ നമുക്ക് ലഭിക്കുന്ന ആഹ്വാനം. ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. അത് സൗഖ്യത്തിനുള്ള ഇടമാണ്. ദൈവത്തിന് സംസാരിക്കാനും ഇടപെടാനുമുള്ള ഇടമാണിത്. വ്യാപാരങ്ങൾ കൊണ്ട് അശുദ്ധമാക്കിയ ദേവാലയത്തെ യേശു ശുദ്ധീകരിക്കുന്നു. ദൈവം വസിക്കുന്ന ഇടമായ നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധിയെ നാം ശുദ്ധീകരിക്കേണ്ടവരാണ്. 1 കൊരിന്ത്യർ 6:19 അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു: നിങ്ങളുടെ ശരീരം നിങ്ങളിൽ പാർക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അങ്ങനെയെങ്കിൽ അത് വിശുദ്ധിയോടും ഉത്തരവാദിത്വത്തോടും കാത്തു സൂക്ഷിക്കണം. ദൈവബന്ധത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന പാപ സ്വഭാവങ്ങളെ തിരിച്ചറിയുന്നതിനും തിരുത്തുന്നതിനും ആരാധനാ ജീവിതം നമ്മെ സഹായിക്കും. യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാനായി അനേകം രോഗികൾ ഈ ദേവാലയത്തിൽ വന്നിരുന്നു. ക്രിസ്തു അവരെ എല്ലാവരെയും അടുത്ത് കാണുകയും സൗഖ്യമാക്കുകയും ചെയ്തു. ഓരോ വിശുദ്ധ ആരാധനയിലും നമ്മെ ഓരോരുത്തരെയും യേശു കാണുന്നുണ്ട്. സൗഖ്യം നൽകുന്നതിനും പാപത്തിൽ നിന്ന് വിമോചനം നൽകുന്നതിനും യേശുവിൻ്റെ നോട്ടം നമ്മളിൽ പതിയുമ്പോഴാണ് നാം സൗഖ്യമുള്ളവരാകുന്നത്. ആയതിനാൽ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന പാപ സ്വഭാവങ്ങളെ തിരുത്തുവാൻ ഇടയാകണം. ദൈവബന്ധത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന പാപ സ്വഭാവങ്ങളിൽ വീണുപോകാതെ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ, ക്രിസ്തീയ സാക്ഷ്യം വിശുദ്ധിയോടെ നിർവഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവമേ, എൻ്റെ ഹൃദയത്തെ തിരുരക്തത്താൽ കഴുകണമേ. എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കണമേ. ആമേൻ. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.